ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ജുനിപ്പറിൻ്റെ HRH സീരീസ് ഫയർവാളിനെ ഒരു DHCP സെർവറാക്കി കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു DHCP സെർവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഡിവൈസുകൾക്ക് IP അതുപോലെ ഗേറ്റ്വേ DNS സബ്നെറ്റ് മാസ്ക് ഓട്ടോമാറ്റിക്കലി അസൈൻ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു DHCP കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു HRH സീരീസ് ഫയർവാളിനെ, ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന HRH 320 ഫയർവാളാണ്. അപ്പോൾ ഈ ഒരു ഫയർവാളിൽ ഒരു DHCP സെർവർ കോൺഫിഗർ ചെയ്യും. അതുപോലെ ഈ ഒരു ഇൻ്റർഫേസിനെ DHCP സെർവറായിട്ട് ബൈൻഡ് ചെയ്യും. ഈ ഒരു ഇൻ്റർഫേസിൽ G0/0/0 എന്ന് പറഞ്ഞ ഇൻ്റർഫേസിൽ 192.168.100.1 എന്ന് പറഞ്ഞ IP ആണ് അസൈൻ ചെയ്യുന്നത്. അത് ഈ ഒരു ഇൻ്റർഫേസിലൂടെ ആയിരിക്കും കണക്റ്റ് ആവുന്ന എൻ്റെ ഡിവൈസുകൾക്ക് IP അസൈൻ ആവുന്നത്. അപ്പോൾ കോൺഫിഗറേഷൻ മോഡിലേക്ക് പോകുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിന് IP അസൈൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇൻ്റർഫേസിന് IP അസൈൻ ചെയ്യണം. സെറ്റ് ഇൻ്റർഫേസ് G0/0 യൂണിറ്റ് 0 ഫാമിലി inet അഡ്രസ് 192.168.100.1/24. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിനാണ് ഇപ്പോൾ IP അസൈൻ ചെയ്ത് G0/0/0 എന്ന് പറയുന്നത്. അതായത് ഈ ഒരു 192.168.100.1 എന്ന് പറയുന്ന IP. ഈ IP ആയിരിക്കും നമ്മുടെ DHCP സെർവറിൽ ഗേറ്റ്വേ ആയിട്ട് എൻ്റെ ഡിവൈസുകൾക്ക് അസൈൻ ആവുക. ഇനി നമുക്ക് നെറ്റ്വർക്ക് പറഞ്ഞു കൊടുക്കാം. അടുത്തതായിട്ട് സെറ്റ് ആക്സസ് അഡ്രസ് അസൈൻമെൻറ്റ് പൂള്. ഇവിടെ നമുക്ക് പൂളിനൊരു പേര് കൊടുക്കണം. അപ്പോൾ ഇവിടെ പൂളിന് നമുക്കൊരു ജസ്റ്റ് പേര് കൊടുക്കാം. ഞാനിവിടെ മൈ പൂൾ എന്ന് കൊടുക്കുന്നുണ്ട്. മൈ പൂൾ. ഓക്കെ, ഇനി ഫാമിലി inet നെറ്റ്വർക്ക്. ഓക്കെ, ഇവിടെ നമ്മുടെ നെറ്റ്വർക്ക് പറഞ്ഞു കൊടുക്കണം. ക്ലാസ് E നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 192.168.100.0/24. ഇനി സെറ്റ് ആക്സസ് അഡ്രസ് അസൈൻമെൻറ്റ് പൂൾ. ഇവിടെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത പൂളുണ്ട്, മൈ പൂള്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അണ്ടറിലാണ് എല്ലാം വരിക. മൈ പൂള് ഫാമിലി inet റേഞ്ച്. ഓക്കെ, ഇനി നമുക്ക് ഈ റേഞ്ചിനൊരു പേര് കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ജസ്റ്റ് മൈ റേഞ്ച് തന്നെ കൊടുക്കുന്നുണ്ട്. മൈ റേഞ്ച്. ഇനി റേഞ്ച് ലോ, അതായത് ഇവിടെ മുതലായിരിക്കും നമ്മുടെ, ഇപ്പോൾ നമ്മളൊരു DHCP സെർവറിൽ ഇവിടെ കൊടുക്കുന്ന IP മുതലായിരിക്കും ഓട്ടോമാറ്റിക്കലി അസൈൻ ആവുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സ്റ്റാറ്റിക്കായിട്ട് ചിലപ്പോൾ ഒരുപാട് IP വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു 50 മുതൽ കൊടുക്കാം. അതായത് 192.168.100.50. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ നെറ്റ്വർക്ക് 192.168.100.0/24. ഈ ഒരു നെറ്റ്വർക്കിൽ നമുക്ക് 255 IP വരെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 255 വരെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഏത് മുതലാണ് IP അസൈൻ ആവേണ്ടതെന്നാണ് ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഈ 50 മുതലേ ഓട്ടോമാറ്റിക്കലി DHCP പ്രൊവൈഡ് ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഒരു ക്യാമ്പസൊക്കെ ആണെങ്കിൽ ഇവിടെ സ്റ്റാറ്റിക്കായിട്ട് ഒരുപാട് IP യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആ IP DHCP പൂളിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പ്രിൻറ്റേഴ്സ് സെർവേഴ്സ് ഇങ്ങനെയുള്ളതിനൊക്കെ ഓട്ടോമാറ്റിക്കലി IP മാറി കളിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പൂളിൻ്റെ ഉള്ളിൽ തന്നെ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു സിംഗിൾ IP ആണെങ്കിൽ സിംഗിൾ IP എക്സ്ക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് IP, അതായത് ഇപ്പോൾ ഒരു 100 മുതൽ 150 വരെ ആണെങ്കിൽ അങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ പൂൾ സ്റ്റാർട്ട് ചെയ്യുക 50 ആണ്. അതായത് DHCP പ്രൊവൈഡ് ചെയ്യുക ഈ 50 മുതലുള്ള IP എന്നാണ്. ഓക്കെ,
ഇനി ഹൈ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് സെയിം ലൈനിൽ തന്നെ ഒന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഹൈ. ഓക്കെ, ഹൈ നമുക്കൊരു 200 കൊടുക്കാം. അപ്പോൾ 192.168.100.200. ഓക്കെ, അതായത് ഈ ഒരു IP വരെ ഓട്ടോമാറ്റിക്കലി പ്രൊവൈഡ് ചെയ്യുള്ളൂ, 50 മുതൽ 200 വരെയുള്ള IP. ഇനി സെറ്റ് ആക്സസ് അഡ്രസ് അസൈൻമെൻറ്റ് പൂള്, നമ്മുടെ പൂൾ നെയിം മൈ പൂൾ എന്നായിരുന്നു. മൈ പൂള് DHCP ഫാമിലി iNet DHCP ആട്രിബ്യൂട്ട്സ്. ഓക്കെ, DHCP ആട്രിബ്യൂട്ട്സ് റൗട്ടർ. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്ന IP നമ്മുടെ ഈ ഇൻ്റർഫേസിൻ്റെ IP ആണ്, അതായത് ഈ എൻ്റെ ഡിവൈസുകൾക്ക് ഗേറ്റ് വേ ആയിട്ടുള്ള. അപ്പം അതിന് വേണ്ടിയിട്ട് 192.168.100.1. അപ്പോൾ ഇതായിരിക്കും DHCP സെർവർ വഴി എൻ്റെ ഡിവൈസുകൾക്ക് അസൈൻ ആവുന്ന ഗേറ്റ് വേ. ഓക്കെ, ഇനി ലീസ് ടൈം പറഞ്ഞു കൊടുക്കണം. സെറ്റ് ആക്സസ് അഡ്രസ് അസൈൻമെൻറ്റ് പൂള് മൈ പൂൾ ഫാമിലി iNet DHCP ആട്രിബ്യൂട്ട്സ് ലീസ് ടൈം, മാക്സിമം ലീസ് ടൈം. ഓക്കെ, ഇവിടെ നമുക്ക് ടൈം പറഞ്ഞു കൊടുക്കാം, എത്ര ടൈമിൻ്റെ ഉള്ള IP എക്സ്പയർ ആവണം എന്നുള്ളത്. ഇവിടെ ഞാൻ ജസ്റ്റ് എക്സ്പയർ ടൈം കൊടുക്കില്ല, അതായത് ഇൻഫിനിറ്റ് ആണ് കൊടുക്കുന്നത്. ലീസ് ടൈം ഇൻഫിനിറ്റ്. ഓക്കെ, ഇനി നമുക്ക് നെയിം സെർവർ ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഗൂഗിളിൻ്റെ DNS ആണ് കൊടുക്കുന്നത്. സെറ്റ് ആക്സസ് അഡ്രസ് അസൈൻമെൻറ്റ് പൂള് മൈ പൂൾ ഫാമിലി iNet DHCP ആട്രിബ്യൂട്ട്സ് നെയിം സെർവർ. ഓക്കെ, നമുക്കിവിടെ നെയിം സെർവർ നമുക്കുണ്ടെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ ഗൂഗിളിൻ്റെ DNS ആണ് കൊടുക്കുന്നത്. നെയിം സെർവർ 8.8.8. ഓക്കെ, അപ്പോൾ ഒരു DHCP പൂള് കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇനി ഈ ഒരു ഗ്രൂപ്പിന് നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് ഒരു DHCP ലോക്കൽ സെർവറിലേക്ക് ബൈൻഡ് ചെയ്യണം, അതായത് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് ബൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് സിസ്റ്റം സർവീസസ് DHCP ലോക്കൽ സെർവർ ഗ്രൂപ്പ്. ഇനി ഗ്രൂപ്പിന് നമുക്കൊരു പേര് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് മൈ ഗ്രൂപ്പ് എന്നാണ് കൊടുക്കുന്നത്. മൈ ഗ്രൂപ്പ്. ഇനി ഇൻ്റർഫേസ്, ഏത് ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ കൊടുക്കുന്നതെന്നുള്ളത്. ഞാൻ കൊടുക്കുന്നത് ഇവിടെ G0/0/0 എന്ന് പറഞ്ഞ ഇൻ്റർഫേസിലാക്കിയാണ്. ഓക്കെ, ഈ ഒരു DHCP ലോക്കൽ സെർവറിനെ ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലൂടെ മാത്രമേ DHCP പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഇൻ്റർഫേസ് G0/0. ഓക്കെ, ഞാനൊന്ന് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇൻ്റർഫേസിനൊരു സെക്യൂരിറ്റി സോണിൽ അസൈൻ ചെയ്യണം. അതുപോലെ നമുക്ക് വേണ്ട സർവീസ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് സെക്യൂരിറ്റി സോൺ. ഞാൻ ഈ ഇൻ്റർഫേസിനൊരു ട്രസ്റ്റ് സോണിലാണ് അസൈൻ ചെയ്യുന്നത്. സെക്യൂരിറ്റി സോൺ ട്രസ്റ്റ് ഇൻ്റർഫേസ് G0/0 host inbound traffic system services DHCP. ഓക്കെ,
ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി സോണിൽ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി സോണിൽ എന്തിനാണ് അസൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ജുനിപ്പർ ഒരു സെക്യൂരിറ്റി ഡിവൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജുനിപ്പർ ഫയർവാൾ ഇൻ്റർഫേസിലേക്കൊരു പാക്കറ്റ്സ് വരുമ്പോൾ അതിനെ അലോ ചെയ്യണം, പെർമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു സെക്യൂരിറ്റി സോണിൽ അസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. കമ്മിറ്റ്. ഓക്കെ, ഇവിടെ നോക്കി ഒരു എറർ വന്നിട്ടുണ്ട്. ബൈ ഡിഫാൾട്ട് ഓൾറെഡി ഈ ഒരു ഇൻ്റർഫേസിനെ വേറൊരു സോണിൽ അസൈൻ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എറർ വന്ന്. ഫസ്റ്റ് ഞാൻ ജസ്റ്റ് സോണൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഷോ സെക്യൂരിറ്റി സോൺ. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഒരു അൺട്രസ്റ്റ് സോണിൽ ഓൾറെഡി നമ്മുടെ G0/0/0 എന്ന് പറയുന്ന ഇൻ്റർഫേസ് അസൈൻ ആയിട്ടുണ്ട്. ബൈ ഡിഫാൾട്ട് അസൈൻ ആയതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു അൺട്രസ്റ്റ് സോണിൽ G0/0/0 എന്ന് പറയുന്ന നമ്മുടെ ഇൻ്റർഫേസ് ഓൾറെഡി അസൈൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡിഫാൾട്ട് കോൺഫിഗറേഷനാണ്. നമ്മൾ അസൈൻ ചെയ്തത് ഈ ട്രസ്റ്റ് സോണിലാണ് നമ്മൾ അസൈൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ അൺട്രസ്റ്റ് സോണെന്ന് ഈ ഇൻ്റർഫേസിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിലീറ്റ് സെക്യൂരിറ്റി സോൺ അൺട്രസ്റ്റ് സോൺ എന്നാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്. ഇൻ്റർഫേസ് G0/0. ഓക്കെ, ഇനി ഒന്നുകൂടെ ഒന്ന് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് സെക്യൂരിറ്റി സോൺസ് ഒന്ന് ഷോ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം അൺട്രസ്റ്റ് സോണിൽ നമ്മുടെ 0 എന്ന് പറയുന്ന ഇൻ്റർഫേസ് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അതുപോലെ ട്രസ്റ്റ് സോണിൽ നമ്മുടെ ഇൻ്റർഫേസ് ഉണ്ട്. ഇനി അതുപോലെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം സിസ്റ്റം സർവീസസ് നമ്മൾ എനേബിൾ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഒരു സിസ്റ്റം സർവീസിൽ ഞാൻ ജസ്റ്റ് പിങ് കൂടെ എനേബിൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ എൻ്റെ ഡിവൈസ് നമുക്ക് ഈ ഒരു ഫയർവാൾ ഇൻ്റർഫേസിലേക്ക് പിങ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് സെക്യൂരിറ്റി സോൺ അപ്പോൾ അതുപോലെ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ എനേബിൾ ചെയ്ത സർവീസസ് ഈ ഒരു ഇൻ്റർഫേസിൻ്റെ അണ്ടറിൽ ഇവിടെ നമ്മൾ DHCP പ്രൊവൈഡ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിനി പിങ് സർവീസൊക്കെ എനേബിൾ ചെയ്യണം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു ഫയർവാൾ ഇൻ്റർഫേസ് ഹോസ്റ്റ് ഡിവൈസിൽ നിന്ന് വരുന്ന പാക്കറ്റ്സിനെ പെർമിറ്റ് ചെയ്യൂല. അപ്പം അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചെയ്യുക. അതെങ്ങനെയാണ് അത് വർക്ക് ആവാത്തതെന്ന് നോക്കാം. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് എനേബിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിനി ഈ ഒരു കണക്റ്റായ എൻ്റെ ഡിവൈസായിട്ട് ഈ കമ്പ്യൂട്ടർ തന്നെയാണ് കാണിക്കുന്നത്. ഇതിൽ ഞാനൊരു കേബിൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ കമാൻഡ് പ്രോംപ്റ്റിൽ എടുത്ത ഓട്ടോമാറ്റിക്കലി അസൈൻ ആയ IP ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ CMD ഇനി IP config. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് IPv4 ഓട്ടോമാറ്റിക്കലി 192.168.100.50 എന്ന് പറഞ്ഞ നമ്മുടെ IP എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം IP എടുത്തിട്ടുണ്ട്. അതുപോലെ സബ്നെറ്റ് മാസ്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇൻ്റർഫേസിൻ്റെ IP. നമുക്കൊന്ന് പിങ് ചെയ്ത് നോക്കാം. പിങ് 192.168.100.1. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മുടെ ഗേറ്റ് വേയിലേക്ക് പിങ് ഇല്ല, റിക്വസ്റ്റ് ടൈം ഔട്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അത് കാരണം എന്താണെന്ന് വെച്ചാൽ ബൈ ഡിഫാൾട്ട് ജുനിപ്പറിൻ്റെ ഇൻ്റർഫേസ് ട്രാഫിക് പെർമിറ്റ് ചെയ്യൂല. അപ്പോൾ അതിന് നമ്മളൊരു സെക്യൂരിറ്റി സോണിലേക്ക് അസൈൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ ഇൻ്റർഫേസിൽ DHCP സർവീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ഇപ്പോൾ എല്ലാ സർവീസും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ട സർവീസ് മാത്രമായിട്ട് കൊടുക്കുക. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സെറ്റ് സെക്യൂരിറ്റി സോൺ ട്രസ്റ്റ് ഇൻ്റർഫേസ് G0/0. ഇനി ഹോസ്റ്റ് ഇൻബൗണ്ട് ട്രാഫിക് സിസ്റ്റം സർവീസസ്
ഇനി ഹോസ്റ്റ് ഇൻബൗണ്ട് ട്രാഫിക് സിസ്റ്റം സർവീസസ്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ കാണാം ഇത്രയും പോസിബിൾ കംപ്ലീഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ജസ്റ്റ് പിങ് മാത്രമാണ്. ഞാനിവിടെ Ctrl+C പിങ്. ഓക്കെ, പിങ് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി തിരിച്ച് കമാൻഡ് പ്രോംപ്റ്റിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ ഈ ഗേറ്റ് വേയിലേക്ക് പിങ് ഇല്ലായിരുന്നു. അതായത് ഈ ഒരു ഡിവൈസ് നമ്മൾ ഈ ഒരു ഗേറ്റ് വേയിലേക്ക് പിങ് കിട്ടില്ലായിരുന്നു. അപ്പോൾ തിരിച്ച് ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പിങ് 192.168.100.1. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ ഗേറ്റ് വേയിലേക്ക് പിങ് ഉണ്ട്. അപ്പോൾ സക്സസ്ഫുള്ളി IP അസൈൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നേരത്തെ പിങ് ഇല്ലാത്തത് ഈ ഒരു ഇൻ്റർഫേസിൽ, അതായത് ഈ ഒരു ഇൻ്റർഫേസ് അസൈൻ ചെയ്ത സെക്യൂരിറ്റി സോണിൽ നമ്മൾ സർവീസ് എനബിൾ ചെയ്യാനായിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ജുനിപ്പർ HRH സീരീസ് ഫയർവാളിനെ നമ്മളൊരു DHCP സെർവറാക്കി കോൺഫിഗർ ചെയ്യുന്നത്.